ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, മാർക്കറ്റിൽ നാം ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിംഗും ഒക്കെ ചെയ്യുമ്പോൾ അത് ക്യാഷ് മാർക്കറ്റ് എന്ന സെഗ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം F&O മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന വേറെ തന്നെ ഒരു ലോകമുണ്ട്. ഇപ്പോൾ NSEയിലും BSEയിലുമുള്ള ഇൻഡെക്സുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഒരു അണ്ടർലൈങ് അസറ്റായി വെച്ചുകൊണ്ടാണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സെഗ്മെൻ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഡെക്സുകളിലും F&O ട്രേഡിംഗ് അനുവദിച്ചിട്ടില്ല. ഉദാഹരണത്തിന് NSEയുടെ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 100-ലധികം ഈക്വിറ്റി ഇൻഡെക്സുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബ്രോഡ് ബേസ്ഡ് ഇൻഡെക്സുകളുണ്ട്. അതുപോലെ ചില പ്രത്യേക സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെക്ടോറൽ ഇൻഡെക്സുകളുണ്ട്. ഇതുകൂടാതെ ഒരു പ്രത്യേക തീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളുണ്ട്. അതുപോലെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇൻഡെക്സുകളും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ Nifty 50, Nifty Next 50, Nifty 500, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സ് തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള ഇൻഡെക്സുകളാണ്. ഇപ്പം നിലവിൽ സെബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് F&O മാർക്കറ്റിൽ ട്രേഡിംഗ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള 5 ഇൻഡെക്സുകൾ മാത്രമേ നിലവിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിലൊന്ന് Nifty 50 ആണ്. Nifty 50-ലാണ് ഏറ്റവും ഉയർന്ന ലിക്വിഡിറ്റി ഉള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സ്. ഞാനിവിടെ BSEയിലുള്ള ഇൻഡെക്സുകളെ കുറിച്ച് പറയുന്നില്ല, അവിടെയും ട്രേഡിംഗ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ NSEയിലെ ഇൻഡെക്സുകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ Nifty 50 ഇൻഡെക്സ് മാത്രമാണ് വീക്ക്ലി എക്സ്പയറി ഉള്ളത്. ബാക്കിയുള്ള 4 ഇൻഡെക്സുകൾക്കും മന്ത്ലി എക്സ്പയറി ആണുള്ളത്. അവിടെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എന്ന് പറയുന്ന ഇൻഡെക്സ്. ഈ മൊത്തത്തിൽ ഈ 5 ഇൻഡെക്സുകളിൽ മാത്രമാണ് ഇപ്പോൾ ട്രേഡിംഗ് അനുവദിക്കപ്പെട്ടുള്ളത്. ഇതിനു മുമ്പ് നിഫ്റ്റി IT, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, നിഫ്റ്റി PSE തുടങ്ങിയ പല ഇൻഡെക്സുകളിലും F&O ട്രേഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ആവശ്യത്തിനുള്ള ട്രേഡിംഗ് വോളിയം ഇല്ലാത്തതിനാലോ അതല്ലെങ്കിൽ സെബിയുടെ ഈ മാനദണ്ഡങ്ങൾ കാരണം നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ടോ ഫൈനലായിട്ട് ഇപ്പോൾ 5 ഇൻഡെക്സുകളിൽ മാത്രമാണ് നമ്മൾ F&O ട്രേഡിംഗ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോയിലേക്കാണ് ഇപ്പോൾ പുതുതായിട്ടൊരു ഇൻഡെക്സ് കടന്നു വരുന്നത്. നിഫ്റ്റി ഇന്ത്യ FPI 150 ഇൻഡെക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് സെബി ഈ ഒരു ഇൻഡെക്സിനും കൂടി NSEക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 2026 ഓഗസ്റ്റ് 12 മുതൽ ഈ ഇൻഡെക്സിൽ F&O ട്രേഡിംഗ് ഒഫീഷ്യലായിട്ട് ആരംഭിക്കും. അപ്പോൾ എന്താണ് ഈ ഇന്ത്യ FPI 150 ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഇവിടെ ഈ FPI എന്നുള്ള പദം ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദേശ നിക്ഷേപകരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ്. ഒന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ FII, അതല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന FPI. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ FII എന്ന് പറയുന്നത് ഒരു പഴയ ടെർമിനോളജിയാണ്. FPI എന്നത് നിലവിൽ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ FII കൊണ്ട് ഉദ്ദേശിച്ചത് മുമ്പ് വിദേശ ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലുള്ള ഇത്തരം ഫണ്ടുകളെ മൊത്തത്തിൽ FII ഇൻവെസ്റ്റ്മെൻ്റ് എന്നും, അതുപോലെ ഈ ഒരു വിദേശ സ്ഥാപനങ്ങൾ കൂടാതെ വിദേശികളായ വ്യക്തിഗത ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഫാമിലി ഓഫീസുകൾ എന്നിവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ വിഭാഗമായിട്ടാണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ സെബി ഇതിലുള്ള ഇത്തരം സങ്കീർണതകളും കൺഫ്യൂഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറിൻ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഇതിനൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്നുള്ള ഒറ്റ കുടക്കീയിൽ ഇത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ പഴയ യൂസേജിൻ്റെ ഭാഗമായിട്ട് FIIs എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ FPI ആണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള FPIക്ക് NSEയിലെ ഇൻഡെക്സ് ഡെറിവേറ്റീവുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണത്തിന് ഈ ഒരു 5 ഡെറിവേറ്റീവുകളിലും അവർക്ക് ട്രേഡിംഗ് നടത്തുന്നതിന് യാതൊരു നിരോധനവും നിലവിലില്ല. എന്നാൽ അവിടെ സെബിയുടെ ചില കർശനമായ പൊസിഷൻ ലിമിറ്റുകളുണ്ട്. ഇത് കൂടാതെ ചില നിയന്ത്രണങ്ങളുമുണ്ട്. അപ്പോൾ മാർക്കറ്റിലെ അമിതമായ വളറ്റിലിറ്റിയും അതിൻ്റെ റിസ്ക്കും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെബി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം FPIയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബില്യൺ കണക്കിനാണ്, വലിയ ക്യാപിറ്റലുമായിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് ഈസിയായിട്ട് സാധിക്കും. അവിടെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് സെബി ഇത്തരത്തിലുള്ള റിസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ 500 കോടി അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ ആകെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ 15% ഏതാണോ ഏറ്റവും ഉയർന്നത് അതുവരെ മാത്രമേ FPIക്ക് പൊസിഷൻ എടുക്കാൻ സാധിക്കൂ. കൂടാതെ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന ഡെറിവേറ്റീവ് പൊസിഷനുകൾ അവരുടെ പക്കലുള്ള യഥാർത്ഥ നിക്ഷേപവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം.
അതായത് ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന മൊത്തം ഷോർട്ട് പൊസിഷനുകൾ, അതിൻ്റെ മൂല്യം, അതിപ്പോൾ ഷോർട്ട് ഫ്യൂച്ചേഴ്സ് ആയാലും ഷോർട്ട് കോൾസ് ആയാലും ലോങ് പുട്ട്സ് ആയാലും, അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ഒറിജിനൽ സ്റ്റോക്കുകളുടെ ആകെ മൂല്യത്തേക്കാൾ കൂടാൻ പാടില്ല. അതുപോലെ അവരുടെ മൊത്തം ലോങ് പൊസിഷനുകളുടെ ഒരു മൂല്യം, ഇപ്പോൾ ലോങ് ഫ്യൂച്ചേഴ്സ് ആയാലും ലോങ് കോൾസ് ആയാലും ഷോർട്ട് പുട്ട്സ് ആയാലും, അവരുടെ പക്കലുള്ള ക്യാഷ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ട്രഷറി ബില്ലുകൾ എന്നിവയുടെ മൂല്യത്തേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അടുത്തിടെ സെബി റീറ്റെയിൽ നിക്ഷേപകരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡെക്സിൽ ഇപ്പോൾ നിഫ്റ്റി 50ക്ക് മാത്രമേ വീക്ക്ലി എക്സ്പയറി ഉള്ളൂ, ബാക്കി എല്ലാ ഇൻഡെക്സുകൾക്കും മന്ത്ലി എക്സ്പയറി മാത്രമാണുള്ളത്. ഇത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജികളെയും അവരുടെ വോള്യത്തെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ FPIകൾക്ക് ട്രേഡിംഗ് നടത്താം, പക്ഷേ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ തക്കവണ്ണം വലിയ പൊസിഷനുകൾ എടുക്കുന്നതിൽ നിന്നും അവരെ തടയുന്ന നിയന്ത്രണങ്ങൾ എക്സ്ചേഞ്ചും സെബിയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിധി ലംഘിച്ചാൽ വലിയ തുക പെനാൽറ്റിയും അതുപോലെ അധിക മാർജിനും നൽകേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ നിഫ്റ്റി ഇന്ത്യ FPI 150 ഇൻഡെക്സ് പ്രാധാന്യമേറുന്നത്. ഇപ്പോൾ 2025 ഓഗസ്റ്റ് 16 ഈ ഒരു ഇൻഡെക്സ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ ഉദ്ദേശം വിദേശ നിക്ഷേപകർക്ക് എളുപ്പത്തിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന നിഫ്റ്റി 500 ലിസ്റ്റിൽ നിന്നുള്ള ഏറ്റവും മികച്ചതും ലിക്വിഡിറ്റി ഉള്ളതുമായ 150 സ്റ്റോക്കുകളുടെ പ്രകടനം വിലയിരുത്തുക എന്നതാണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോറിൻ റൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. കാരണം വിദേശ നിക്ഷേപകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പല റിസ്ട്രിക്ഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ എത്രത്തോളം സ്റ്റോക്കുകൾ അവർക്ക് പുതുതായിട്ട് വാങ്ങാൻ സാധിക്കും എന്നതിനെയാണ് നമ്മൾ ഫോറിൻ റൂം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് കരുതുക. ആ സ്റ്റോക്കിൽ മൊത്തത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ 1,00,000 ആണെന്ന് കരുതുക. അപ്പോൾ ഈ കമ്പനിയിൽ പരമാവധി 74% സ്റ്റോക്കുകൾ മാത്രമേ വിദേശികൾക്ക് കൈവശം വെക്കാൻ അനുവാദമുള്ളൂ എന്ന് കരുതുക. അപ്പോൾ അവിടെ ഇതിനോടകം തന്നെ വിദേശ നിക്ഷേപകർ ഈ കമ്പനിയിൽ 70%, അതായത് 70,000 ഷെയറുകൾ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ആകെ 4% മാത്രമാണ് ഫോറിൻ റൂം ഇനി ബാക്കിയുള്ളത്. അതായത് ഇനി വിദേശ നിക്ഷേപകർക്ക് ഈ കമ്പനിയിൽ പരമാവധി 4% സ്റ്റോക്കുകൾ കൂടി മാത്രമേ വാങ്ങാൻ സാധിക്കൂ. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ 150 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളിൽ ഇത്തരത്തിലുള്ള ഫോറിൻ റൂം അവൈലബിൾ ആയ സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു റൂം 10% അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് കുറയുമ്പോൾ അത് ലോ ഫോറിൻ റൂമുള്ള സ്റ്റോക്കായി കണക്കാക്കും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിൽ ഈ കമ്പനിയിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ ഇനി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർക്ക് സ്വതന്ത്രമായിട്ട് വാങ്ങാൻ ആവശ്യത്തിന് റൂം ഇല്ലാത്ത ഈ നിഫ്റ്റി 500ലുള്ള കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല റൂമുള്ള 150 സ്റ്റോക്കുകളെ മാത്രമാണ് ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റോക്കുകൾ ഇതിൽ തിരഞ്ഞെടുക്കുന്നതിന് NSEക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡെക്സിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നിഫ്റ്റി 500 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ മാത്രമാണ്. ഇപ്പോൾ ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാൻ സാധിക്കുന്ന സ്റ്റോക്കുകളുടെ ആ ഒരു മൂല്യം, അതായത് ഫോറിൻ ഇൻവെസ്റ്റബിൾ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഈ റാങ്കിങ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ 6 മാസത്തെ ശരാശരി വിദേശ നിക്ഷേപയോഗ്യമായിട്ടുള്ള ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പുള്ള 150 കമ്പനികളെയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 4 തവണ ഈ ഒരു ഇൻഡെക്സ് റീബാലൻസ് ചെയ്യും. അതായത് ക്വാർട്ടർലി റീബാലൻസിങ് ഈ ഒരു ഇൻഡെക്സിൽ നടക്കും. അപ്പോൾ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലായിരിക്കും ഈ രീതിയിലുള്ള റീബാലൻസിങ് നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ റൂം ഇല്ലാത്ത സ്റ്റോക്കുകൾ ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് കാലാകാലങ്ങളിൽ ഔട്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഫോറിൻ റൂം വർദ്ധിക്കുമ്പോൾ അത് തിരിച്ച് ഇൻഡെക്സിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു ഇൻഡെക്സിന് സെബി F&O ട്രേഡിംഗ് നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 12 മുതൽ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് NSE ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ അത് ഈ ഒരു ഇൻഡെക്സിന് ബാധകമാണ്. കാരണം സെബി നിശ്ചയിച്ചിട്ടുള്ള FPI പൊസിഷൻ ലിമിറ്റുകൾ ഇവിടെയും ബാധകമാണ്. അതുപോലെ ഇതിന് വീക്കിലി എക്സ്പയറി ഇല്ല, മന്ത്ലി എക്സ്പയറി മാത്രമായിരിക്കും. എന്നാൽ ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റു പല ഇൻഡെക്സിൽ ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്റ്റിലായാലും അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50 ആയാലും കൂടുതൽ ഓഹരികൾ വാങ്ങാൻ സാധിക്കാത്ത വിധം അവിടെ ഒരു ഫോറിൻ ലിമിറ്റ് നിറഞ്ഞ സ്റ്റോക്കുകൾ ഉണ്ടാവും. എന്നാൽ FPI 150 ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ആവശ്യത്തിന് ഹൈ ഫോറിൻ റൂമുള്ള കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമപരമായ തടസ്സങ്ങളില്ലാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ പൂർണ്ണമായി നിക്ഷേപിക്കുവാനും ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മുമ്പ് വിദേശ നിക്ഷേപകർക്ക് തങ്ങളുടെ വലിയ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വലിയ ലാർജ് ക്യാപ്പ് മാത്രമുള്ള നിഫ്റ്റി 50 അല്ലെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള നിഫ്റ്റി 500 ഇൻഡെക്സിനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ നിഫ്റ്റി FPI 150 മികച്ച മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് കമ്പനികളുടേതായിട്ടുള്ള ഒരു മിക്സാണുള്ളത്.
അപ്പോൾ ഈ ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് വിദേശത്തും ഇന്ത്യയിലും ധാരാളം ETF-കളും ഇൻഡെക്സ് ഫണ്ടുകളും വരും വർഷങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ട്രേഡിംഗ് കൂടി സജീവമാകുന്നതോടെ ഈ ഒരു ഇൻഡെക്സ് കുറച്ചുകൂടി ഇന്ത്യയിലും പുറത്തും സജീവമാകാനുള്ള സാധ്യതയുണ്ട്. അത് മൊത്തത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുതിയ ഇൻഡെക്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.